ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നെയും ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. മഹത്വവും മാനവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രിയ ദേവദാസൻ കുടുംബം, മാർട്ടിൻ പാസ്റ്റർ, സിജിൻ പാസ്റ്റർ, പ്രിയ അജിനയുടെ പപ്പ, എല്ലാ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ചുരുക്കം ചില സമയങ്ങൾ സങ്കീർത്തന പ്രബോധനത്തോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ആര് പ്രബോധിപ്പിക്കുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ദൈവവചനമാകയാൽ അത് അവണ്ണം നമുക്ക് ഏറ്റെടുപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കാരണം ഇവിടെ ദൈവദാസന്മാരുടെ, നമ്മുടെ ചെറിയ സഭയാണേലും ദൈവദാസന്മാരുടെ നിര തന്നെ എന്ന് നമുക്ക് വേണേൽ പറയാം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് മാർട്ടിൻ പാസ്റ്ററും സിജിൻ പാസ്റ്ററും. കാരണം നമുക്കിവിടെ ദൈവവചനം ഒന്ന് പ്രബോധിപ്പിക്കാനോ അല്ല സങ്കീർത്തനം പ്രബോധിപ്പിക്കാനോ ദൈവവചനം പറയാനോ ഒന്നും നമുക്കിവിടെ ദൈവദാസന്മാരുടെ ഒരു ക്ഷാമവും ഇല്ല. നമ്മുടെ ദൈവദാസൻ ഒരു സൺഡേ സ്കിപ്പ് ചെയ്താലും മാർട്ടിൻ പാസ്റ്ററും സിജിൻ പാസ്റ്ററും ഒക്കെ ഉണ്ട്. എങ്കിലും അവരുടെ മധ്യത്തിൽ അടിയനും എഴുന്നേറ്റ് നിൽപ്പാൻ കർത്താവ് കരുണ ചെയ്തല്ലോ. നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 83 അതിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ മിണ്ടാതെ ഇരിക്കരുത്, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. ഈ വാക്യം ഞാൻ നോട്ട് ചെയ്തില്ലായിരുന്നു. ആക്ച്വലി ഇന്നലെ പകലാണ് ദിവസം പറഞ്ഞത് സങ്കീർത്തനം പ്രബോധിപ്പിക്കണം. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ചെയ്യാമെന്നും പറഞ്ഞില്ല, ചെയ്യത്തില്ലെന്നും പറഞ്ഞില്ല. നല്ല ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലായിരുന്നു. കാരണം പകൽ മുഴുവൻ ഡ്യൂട്ടി ആയിരുന്നു. വൈകിട്ട് വന്നിട്ടും അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ സാധാരണ ഞാൻ പകൽ വാഹനത്തിലൊക്കെ ഓടിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വാക്യം ഒന്ന് മനസ്സിൽ വരുന്നതാണ്. പിന്നെ വൈകിട്ട് ചെന്ന് അതിനെക്കുറിച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഞായറാഴ്ച ഇവിടെ വരാറ്. പക്ഷേ ഇന്നലെ വൈകിട്ട് വരെയും ഒരു വാക്യം എൻ്റെ മനസ്സിൽ തോന്നിയില്ല. ഞാനിപ്പം തുടർച്ചയായിട്ടാണ് ബൈബിൾ വായിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. തുടർച്ചയായിട്ട് ബൈബിൾ വായിച്ച് തീർക്കുക, പിന്നെയും സ്റ്റാർട്ടിങ് തൊട്ട് വായിക്കുക, പിന്നെയും വായിക്കുക. അങ്ങനെയാണ് ഇപ്പം കുറേ വർഷങ്ങളായിട്ട് വായിക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി വായിച്ച സങ്കീർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 83 സങ്കീർത്തനം ഇന്നലെ വായിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് തന്നെ ഒരു വാക്യം ദൈവം ഇടപെടട്ടെ. അങ്ങനെയാണ് ഈ സങ്കീർത്തനത്തിൽ എത്തിപ്പെടാൻ. കാരണം ഇത് നമ്മൾ കോമൺ ആയിട്ട് വായിക്കുകയോ പ്രബോധിപ്പിക്കുകയോ ചെയ്യുന്നതായിട്ട് വളരെ ചുരുക്കം നമ്മൾ കേട്ടിട്ടുള്ളൂ. ഞാനും ദൈവം മിണ്ടാതിരിക്കുന്ന വാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും താഴോട്ടുള്ള വാക്യങ്ങളും നമ്മൾ, കാരണം കുറച്ച് രാജ്യങ്ങളുടെയും കുറച്ച് സ്ഥലങ്ങളുടെയും അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറില്ലെങ്കിലും അതിൻ്റെ 1-2 വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. 4-ാമത്തെ വാക്യം: ജാതി ആയിരിക്കാതെ വന്നു. സ്തോത്രം. അതിൻ്റെ അവസാന വാക്യം കൂടെ ഒന്ന് വായിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ 4-ാം വാക്യം വായിച്ച് നിങ്ങളാണ്: വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആകാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയാം, അവരുടെ പേർ ഇനി ആരും ഓർക്കരുതെന്ന് അവർ പറഞ്ഞു. പക്ഷേ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആണ് ഇസ്രായേൽ മക്കൾ. പുതിയ നിയമ ഇസ്രായേൽ മക്കളായിട്ടാണ് നമ്മളെ കർത്താവ് വഴി നടത്തുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പം പഴയ നിയമ ഇസ്രായേലിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ എന്നൊരു രാജ്യം ആരും ഓർക്കാതെ വണ്ണം അതിനെ നശിപ്പിച്ച് കളയാനായിട്ട് മറ്റ് രാജ്യങ്ങൾ, അതിൻ്റെ പുറത്തുള്ള വാക്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഗബാലും അമോരും അമാലേക്കും ഫിലിസ്തീൻ ദേശമൊക്കെ രാജ്യങ്ങളുടെയൊക്കെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഈ ദേശങ്ങളൊക്കെ പരിശ്രമിച്ചു ഇസ്രായേൽ എന്നുള്ള രാജ്യം അവരുടെ പേര് പോലും ഓർക്കല്ലെന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് ശക്തികൾ എന്താ വിചാരിക്കുന്നത്? ഈ സെയിം ചിന്ത നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും കൊണ്ടുവരണം. ഇപ്പോഴത്തെ നടക്കുന്ന എന്തോ സംഭവം സെയിം സാധനമാണ് സംഭവിക്കുന്നത്. ക്രിസ്ത്യാനികളെന്നൊരു പേര് ഈ ലോകത്തിൽ ഉണ്ടെന്ന് ആരും ഓർക്കരുതെന്ന. ലോകത്തിൽ നല്ല, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യം. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. മറ്റേ ക്രിസ്ത്യൻ കൺട്രികളുടെ ലെവൽ വേറെയാണ്. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഈ ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ത്യയിലും ചലിക്കുന്നത്. ക്രിസ്ത്യാനികളെന്നൊരു പേര് ആരും ഓർക്കാതെ വണ്ണം അതിനെ മുടിച്ചു കളയാനാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടാണ് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അവസാനമാക്കിയതുകൊണ്ട് അങ്ങനെ വായിച്ചേ:
എല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അവരറിയും. ഈ പ്രവർത്തിക്കുന്നവരെല്ലാം എന്തുവാ? ഒരു ദിവസം പറയും നമ്മുടെ കർത്താവ് മാത്രമാണ് ദൈവമാണ്, അത്യുന്നതനാണ്. കാരണം ഇത് പീഡനമെന്നൊന്നും പറഞ്ഞാൽ ഇന്ന് തുടങ്ങിയ സംഭവമല്ല. കാരണം ഇന്നത്തിനെക്കാട്ടി 10 ഇരട്ടി പീഡനമായിരുന്നു പണ്ട് കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ദൈവവചനം പഠിച്ച ദിവസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ഞാൻ പഠിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഗ്രാഹ്യമായ അറിവുകൾ എനിക്കില്ലെങ്കിലും തന്നെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. എന്തുവാ അപ്പോസ്തല പ്രവൃത്തികളിനകത്ത് മൊത്തം ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട്. സഭയെ പീഡിപ്പിക്കേണ്ടതിന് ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ചക്രവർത്തിമാർ, രാജാക്കന്മാർ. പക്ഷെ അവിടെ ഒക്കെ എന്തുവാ അവസാനം മനസ്സിലായ ഒരു കാര്യം എന്താ? സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനായ ഒരു ദൈവം നമ്മുടെ ദൈവമാണെന്ന് മനസ്സിലായി. പഴയ നിയമത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണിക്കും, ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടു, എല്ലാ സംഭവങ്ങളും തിരുത്തി എഴുതി. പക്ഷെ രാവിലെ ഒറ്റ രാത്രി നേരം വെളുത്തപ്പം രാജാവ് എന്താ പറഞ്ഞത്? ദാനിയേലിൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല, അതുകൊണ്ട് ദാനിയേലിൻ്റെ ദൈവത്തെ നീ ആരാധിക്കാൻ പാടുള്ളൂ. ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തത്തുള്ളൂ. ലോക സംഭവങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവസാനം വരുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി ആളുകൾ മനസ്സിലാക്കും. പക്ഷേ നമുക്ക് ആ ശക്തി ദൈവമക്കളായതുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മളതൊന്ന് ഫീൽ ചെയ്യാൻ, ചില സാഹചര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യാം. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കലിയേറുമ്പോൾ നമുക്ക് ആ ഒരു ശക്തി ഫീൽ ചെയ്യും, ഇല്ലയോ? നമ്മൾ വളരെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ, സാമ്പത്തികം മാത്രമല്ല പറയുന്നത്, ശാരീരികമായ ബുദ്ധിമുട്ടാകാം, മാനസികമായ ക്ലേശമാകാം, കുഞ്ഞുങ്ങളുടെ വിഷയമാകാം. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഞെരുങ്ങിയിരിക്കുമ്പം എന്നിട്ട് അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്തുവാ? കർത്താവ് വലിയ അത്യുന്നതനാണ് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ സ്മൂത്തായിട്ട് പോകുമ്പോൾ ഈ സംഭവം നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? എൻ്റെ ഉൾപ്പെടെ പറയുന്നത് കേട്ടോ, ഈ സംഭവം നമ്മുടെ മനസ്സിൽ വരാറില്ല. ഗ്യാസിന് വില കൂടിയപ്പം സിലിണ്ടറിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായി എന്ന് പറയുന്നത് പോലെ, അല്ല ഇപ്പം മനസ്സിലായില്ലേ? ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ല. 1100 രൂപയ്ക്ക് കിട്ടിയപ്പം നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം 4000 ആയപ്പം നമുക്ക് ബുദ്ധിമുട്ട്. അതാണ് 1100ൻ്റെ വില കർത്താവിന് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, ചലിച്ചു പോകും. പക്ഷേ 5000ൻ്റെ സമയത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ കർത്താവിൻ്റെ വില മനസ്സിലാക്കുക. ഞാൻ സിലിണ്ടറിൻ്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുക. അതെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മളെ കർത്താവ് ഇടയാക്കണം. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നതാ, കർത്താവ് മഹത്വപ്പെടേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്യുന്നത്, അല്ലയോ? നമ്മളുള്ള കരുണയാണ്. ദൈവാസൻ എന്ന് പറഞ്ഞ പോലെ ദൈവാസൻ ഇവിടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മളിവിടെ വന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ച് ജീവിക്കുന്നതുകൊണ്ട് അതിലൊക്കെ എന്തോ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ദൈവത്തിൻ്റെ നാമം മാത്രമായിരിക്കണം മഹത്വം എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ 5ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ 5ാമത്തെ വാക്യം ഞാൻ നോട്ട് ചെയ്തതല്ല, പക്ഷേ ദേവദാസൻ ഇന്നിവിടെ വാക്യപ്രതിവാക്യം വായിച്ചപ്പോഴാണ് ഈ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ഉടക്കാനിടയായത്. 5ാമത്തെ വാക്യം എന്ന് മതി. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. ആരാ? ഇസ്രായേൽ മുടിഞ്ഞു പോകണമെന്നും ഇസ്രായേലിനെ പറ്റി ലോകത്തിൽ കാണരുതെന്ന് ചിന്തിക്കുന്നവരും ഐക്യമത്യത്തോടെ ആലോചിച്ചു. അവരിരുന്ന് ആലോചിക്കുക ഇവന്മാരെ എങ്ങനെ തകർക്കണം. ഇപ്പം ദൈവാസൻ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് പല അജണ്ടകൾ. ദൈവാസൻ്റെ മെയിൻ ഒരു വേട അജണ്ട. ഈ ഇന്ത്യയുടെ സാഹചര്യം വെച്ച് നോക്കിയാൽ പലരും കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട്. എന്തുവാ? പുതിയ നിയമ ഇസ്രായേലായ ദൈവമക്കളെ അല്ലെ ക്രിസ്ത്യാനികളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റണമെന്ന് അവർ കൂടിയിരുന്ന് ആലോചിക്കുന്നുണ്ട്, ഇല്ലയോ? നമ്മളറിയാത്ത അനേക മീറ്റിങ്ങുകൾ അവരെ കൂടുന്നുണ്ട്. പക്ഷേ പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ കൂടിയിരുന്ന് ഐക്യം, അവരെന്ത് ഇവിടെ എഴുതിയേക്കുന്നുണ്ട്, ഓർക്കരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ ഐക്യമത്യത്തോടെ ആലോചിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലൊരു വാക്യം എഴുതിയിട്ടുണ്ട്, നിങ്ങളിൽ 2 or 3 പേർ എന്തുവാ ഐക്യമത്യപ്പെട്ട് അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം. നമ്മൾ ആ സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടോ? ദൈവവാസം കഴിഞ്ഞ ആഴ്ച ഉപവാസ പ്രാർത്ഥന 7 ദിവസം ഇവിടെ നടന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല കേട്ടോ. ഈ ഒരു വാക്യത്തെ ഞാൻ ഇത് നോട്ട് ചെയ്തതല്ല, ഇപ്പം എൻ്റെ വായിച്ച ഹൃദയത്തിൽ നിന്ന് കഴിഞ്ഞ 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നു. ദൈവവാസം പറഞ്ഞൊരു വാക്യമുണ്ട് പല ദിവസങ്ങളിലും, ഇതിൽ കൂടുതൽ ആളുകൾക്ക് കടന്നു വരാമായിരുന്നു. ദൈവവാസൻ അറിയുന്നില്ല കേട്ടോ ആർക്ക് വരാതിരിക്കാം എന്നൊന്നും പുള്ളി ആരുടെ സാഹചര്യം അറിയുന്നില്ല. ദൈവവാസൻ അങ്ങ് പറയുക, പുള്ളിയുടെ മനസ്സിൽ തോന്നിയ പുള്ളി പറയുക, ഇതിൽ കൂടുതൽ ആളുകൾക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് പങ്കെടുക്കാമായിരുന്നു, ഇല്ലയോ? നമ്മൾ ഐക്യമത്യപ്പെട്ട് ഇവിടെ പ്രാർത്ഥിക്കുമോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിജയത്തിന് വേണ്ടി, ഇല്ലയോ? അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി. കുഞ്ഞുങ്ങളുടെ വിജയമാണ് നമ്മുടെ മെയിൻ കാര്യമെങ്കിലും നമ്മൾ അനേക വിഷയങ്ങളിൽ പ്രാർത്ഥിച്ചു.
രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചു. അപ്പം ഐക്യമത്യപ്പെട്ട് അവിടെ ആലോചിക്കുക നമ്മളെ എങ്ങനെ തകർക്കണമെന്ന്. പക്ഷേ ഒരാഴ്ച ഉപവാസ പ്രാർത്ഥന വെച്ചപ്പം നമുക്കൊരു ഐക്യമത്യപ്പെട്ട് നമുക്കൊരു ആലോചനയില്ല നമുക്ക് എങ്ങനെ നിലനിൽക്കണമെന്ന്. അതെന്തുകൊണ്ടാണ് നമുക്കില്ലാതെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വന്നുകൊണ്ടല്ല, ഞാനും 2 ദിവസം വരാൻ പറ്റിയില്ല. 7 ദിവസത്തിൽ 5 ദിവസം വരാൻ പറ്റി, 2 ദിവസം വരാൻ പറ്റിയില്ല. ജോലി തിരക്ക് കാരണം. ഞാൻ വന്നതുകൊണ്ടോ നിങ്ങൾ വരാഞ്ഞത് കൊണ്ടോ അല്ല പറയുന്നത് കേട്ടോ. ഈ വാക്യം നമുക്ക് ആഴമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ അവർ ഐക്യമത്യത്തോടെ ആലോചിച്ചു എന്തുവാ ഇസ്രായേൽ മക്കളെ എങ്ങനെ തകർക്കണമെന്നുള്ളത്. പക്ഷേ എങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് അവരിരുന്നോളും. ആകെ സ്തോത്രം. നമ്മളെ എങ്ങനെ തകർക്കണമെന്ന് അവരാലോചിച്ചു, പക്ഷെ എങ്ങനെ നിലനിൽക്കണമെന്നുള്ളത് നമ്മൾ ആലോചിച്ചില്ല. അപ്പം ദൈവജന പ്രബോധനമാണല്ലോ ഇത്. അപ്പം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സഭയിൽ ഒരു 3 ദിവസത്തെ ആയിക്കോട്ടെ, 1 ദിവസത്തെ ആയിക്കോട്ടെ, ഒരാഴ്ച ആയിക്കോട്ടെ, അറിഞ്ഞുകൊണ്ട് ആരും പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കരുത്. സാഹചര്യം ഉണ്ടായിട്ട് വരാതിരിക്കരുത്. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് പറ്റുന്നില്ലേ? ഡൽഹിയുടെ സാഹചര്യം നമുക്കെല്ലാം അറിയാം, ജോലി, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരാമായിരുന്നു. എന്നിട്ട് വരാതിരിക്കരുത്. കാരണം അവർ നമ്മളെ തകർക്കാൻ എങ്ങനെയെന്ന് കൂടിയിരുന്ന് ഐക്യമത്യത്തോട് ആലോചിക്കുമ്പോൾ നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വരും ദിനങ്ങളിൽ നമ്മളൊക്കെ പ്രാർത്ഥനയിൽ പങ്കെടുപ്പാൻ. ഞാൻ പറഞ്ഞല്ലോ, ആരെയും കുറ്റപ്പെടുത്തിയോ ഒന്നും സംസാരിക്കുകയല്ല. ദൈവവചനം അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്. ഉപവാസ പ്രാർത്ഥനയല്ല, എല്ലാ മീറ്റിങ്ങുകളും, കോട്ടേജ് മീറ്റിംഗ് ആയിക്കോട്ടെ, ബ്രദേഴ്സ് മീറ്റിംഗ് ആയിക്കോട്ടെ, ലേഡീസ് മീറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ മീറ്റിംഗ്, സഭാരാധന പ്രത്യേകിച്ച് ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കടന്നു വന്ന് നമുക്ക് ഒന്നിച്ച് ഐക്യമതയോടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് ചില 1-2 വാക്യങ്ങൾ, എനിക്ക് ചുരുക്ക സമയമാണ് തന്നിരിക്കുന്നത്, ഇനിയും 10 മിനിറ്റ് പോലും ഇല്ല. കാരണം ദിവാസന്മാരെ സംസാരിക്കണമല്ലോ. ഞാൻ നോട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇരുന്ന രാഹുലോ എന്നാണ് നോട്ട് ചെയ്തത്, അതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിലും 1-2 കാര്യങ്ങൾ ദൈവനാമത്തിൻ്റെ. ഞാൻ അവസാന വാക്യം നമ്മളിങ്ങനെയാണ് വായിച്ചത്. അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയും. നമ്മുടെ ദൈവം അത്യുന്നതനാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലാകണ്ടല്ലോ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതെ. മതി. ഇത് നമുക്കറിയാം. മോശ വടി നീട്ടിയപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സമുദ്രത്തെ 2ആക്കി അവരപ്പുറത്ത് കടന്ന കഥയാണ്. നമ്മുടെ കർത്താവിൻ്റെ ശക്തി മനസ്സിലാക്കാൻ ഈ ഒരു ചെറിയ കാര്യം നമുക്കൊരു കട്ടോരിക്കകത്ത് വെള്ളം തന്നാൽ, നമ്മുടെ ഒരു ചെറിയ കട്ടോരിക്കകത്ത് വെള്ളം തന്നാൽ നമുക്കതിനെ പകുത്ത് നിർത്താൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. നമ്മൾ എന്തൊരു സാധനം അതിനകത്ത് വെച്ചാലും, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു റൗണ്ട് ഒരു കട്ടോരിയാണെങ്കിൽ നമ്മളല്ലേ അതിനനുസരിച്ചൊരു ഡൈ ഉണ്ടാക്കി ചിലപ്പം വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ അകന്ന് നിൽക്കത്തില്ല. നിൽക്കുമോ? ആ സാധനത്തോട് മുട്ടിയേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു സമുദ്രത്തെ നമുക്ക് ദൈവം മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ അത് കർത്താവിൻ്റെ ശക്തിയെ മനസ്സിലാക്കുവാൻ നമുക്ക് അവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, 14-18 വായിച്ചേ. മതി. ഓക്കെ, അവിടെ വായിച്ചിരുന്നു എന്നെ തന്നെ മതി. കർത്താവ് ഇത് ചെയ്ത് എന്തിനാ? ഇസ്രായേൽ മക്കളെ രക്ഷിക്കുകയും വേണം, കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുകയും വേണം. നമ്മൾ പക്ഷേ പലപ്പോഴും നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറുമ്പോൾ മഹത്വമാർക്കാം നമുക്ക് തന്നെ ആയി പോകാറുണ്ട്. നമ്മൾ എന്തോ ആയതുകൊണ്ട് കർത്താവ് ചെയ്തു തോന്നുന്നു ടീക്കേ, പക്ഷേ മഹത്വം നമുക്ക് വേണം. നമ്മുടെ മനുഷ്യരുടെയൊക്കെ ഒരു പ്രശ്നം അതാ, മഹത്വം നമുക്ക് വേണം, കർത്താവ് കാര്യങ്ങൾ ചെയ്തു തരികയും വേണം. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെറുതോ വലുതോ എന്തായിക്കോട്ടെ, നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് വിജയം നേടിയാൽ അതിൻ്റെ മഹത്വം കർത്താവിന് ആയിരിക്കണം. കർത്താവ് നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, അതിൻ്റെ 26 മുതൽ 28 വരെ ഒന്ന് വായിച്ചേ. പുറപ്പാട് 14 തന്നെ. മതി.
ഇവിടെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത് എന്തുവാ? നമ്മളെ രക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ശത്രുക്കളെ തകർക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. എന്താ, അവർ ഐക്യമത്യത്തോടെ ആലോചിക്കുക നമ്മളെ എങ്ങനെ, പുതിയ ഇസ്രായേലായ നമ്മളെ എങ്ങനെ തകർക്കണമെന്നുള്ളത്. പലരും പലയിടങ്ങളിൽ ഇപ്പോഴും ആലോചന നടക്കുന്നത്. ഞാൻ ഈ ദൈവവചനം പ്രബോധിപ്പിക്കുന്ന സമയത്തും ആലോചന എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, ഇല്ലയോ? ഇവന്മാരെ എങ്ങനെ ഇവിടുന്ന് തകർക്കണമെന്ന്. പക്ഷേ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ശത്രുക്കളെ തകർക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടേത്. അത് ദൈവവചനം പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് നമ്മൾ സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യമാണ്. കർത്താവ് അങ്ങനെ ചെയ്യുമെന്നുള്ളത്. കർത്താവിൻ്റെ അവിടെ എന്തുവാ? കർത്താവിൻ്റെ നാമമാണ് മഹത്വം. അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട് അങ്ങോട്ട് പിന്നോട്ട് പോയപ്പോൾ എന്തുവാ? 16:3 വായിച്ചേ. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ പിന്നെയും മതി. പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് പോയപ്പോൾ പിന്നെ അവർക്ക് പ്രശ്നം. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് ഇഷ്ടം പോലെ 100 കണക്കിന് മെസ്സേജിൽ കേട്ടിട്ടുള്ള വാക്യങ്ങളാണ്. ഇച്ചിരി മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് ഇറച്ചിയുടെ കാര്യമാണ് ഓർമ്മ വന്നു. കർത്താവ് നടത്തിയ ആ കാര്യം ഒന്ന് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ മന്നയും കാടപ്പക്ഷിയൊക്കെ കൊടുത്ത് പിന്നെയും കർത്താവ് അവരെ രക്ഷിക്കുകയും കർത്താവിൻ്റെ മഹത്വം കാണിക്കുകയും ചെയ്തു. പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ എന്തോ ഈ 16:26, 27, 28 ഒന്ന് വായിക്കാം. 16 തന്നെ 26, 27, 28. മതി. കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞു? അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും പോയപ്പോൾ മന്ന കൊടുത്തു. എന്നിട്ട് കർത്താവ് ഒരു 6 ദിവസം നിങ്ങൾ പെറുക്കിക്കോണം, 7-ാം ദിവസം എന്താ പെറുക്കരുത്. 6 ദിവസം എന്ത് ചെയ്യണമെന്നാ? ഒരു ദിവസത്തേക്കുള്ളത് പെറുക്കിയാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാം 6 ദിവസം ഒരു ദിവസത്തേക്കുള്ളത്. കാരണം പിറ്റേ ദിവസത്തേക്ക് എടുത്താൽ അത് കേടായിപ്പോകും. പക്ഷെ 6-ാം ദിവസം ഒരു ഇത് കൊടുത്തു, നാളത്തേക്കൂടെ എടുത്തു. അപ്പം അത് അതിന് താഴെ വായിക്കുന്നുണ്ട്, അത് കേടായില്ല, മനസ്സിലായോ? പക്ഷെ അതിന് മുമ്പേ എടുത്തു വെച്ചത് നെക്സ്റ്റ് ഡേ കേടാവും. പക്ഷെ ഇവിടെ വായിക്കുന്നത് എന്തോ അവരെന്തോ കാണിച്ചെന്നാ 7-ാം ദിവസം കുറച്ച് പേര് പെറുക്കാൻ പോയി. ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവമക്കളാണ്. പക്ഷേ ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാത്തതും നമ്മളാണ്, ഞാൻ ഉൾപ്പെടെ കേട്ടോ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തൻ വരത്തില്ല. വരുന്നവരുണ്ട്. വരാത്തവരെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ വന്നില്ലെങ്കിൽ ഞാനാണ് അതിൽ 1-ാം പ്രതി. പൗലോസ് പറയുന്ന ആ പാപികളിൽ ഞാൻ വന്നില്ല 1-ാമത്തെ ആൾ ഞാനാണ്. നിങ്ങൾ വന്നില്ല 1-ാമത്തെ ആൾ നിങ്ങളാണ്. അനുസരണക്കേടിൻ്റെ ആശാന്മാരാണ് നമ്മളില്ലയോ? തീർച്ചയായിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. കുഞ്ഞുങ്ങളെല്ലാം കേൾക്കുന്നുണ്ടോ? ചെയ്യണമെന്ന് പറയുന്ന കാര്യം എന്തുവാ? ചെയ്യണം. ചെയ്യേണ്ടെന്ന് പറയുന്നത് ചെയ്യരുത്. പക്ഷെ നമ്മളെല്ലാം തിരിച്ച് എറോൺ അങ്ങനെയാണോടാ? അല്ല. എറോൺ കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ജസ്റ്റ് അവൻ്റെ പേര് പറഞ്ഞതേ ഏഞ്ചലും എല്ലാവരും അങ്ങനെ ആയിരിക്കണം. ക്രിസ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യുകയും ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യരുത്. അത് മാതാപിതാക്കൾ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കുന്നത്. അവർ ഈ ദൈവവചനം വായിക്കുകയോ അത് ആഴമായിട്ടൊന്ന് ഗ്രഹിക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള പ്രായം അവർക്ക് പലർക്കും ആയിട്ടില്ല. ആയ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ മാതാപിതാക്കൾ പറയുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അനുസരിക്കാൻ സാഹചര്യം വരുന്നത്. പക്ഷെ നമുക്കോ? നമ്മുടെ മാതാപിതാക്കളൊന്നും ഇവിടെ ഇല്ല. ഇപ്പം എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാറില്ല. ഉണ്ടോ? നമുക്ക് അടിസ്ഥാനം എന്താ? ദൈവ വചനമാണ്. ഇത് പറയുന്നത് നമ്മൾ അനുസരിക്കുക എന്നുള്ളത്. പക്ഷേ 7-ാം ദിവസം പെറുക്കല്ലെന്ന് പറഞ്ഞു. കൃത്യം കുറച്ചവന്മാർ പെറുക്കാൻ പോയി. അന്ന് കിട്ടിയതുമില്ല. അതാണ് ഏറ്റവും വലിയ. കർത്താവിൻ്റെ കളിക്കാൻ പോയെന്നാ ഒരു പരിപാടിയും നടക്കത്തുമില്ല. ആരാധന മുടക്കി എന്ത് പരിപാടിക്ക് പോയാൽ ദൈവദാസൻ എപ്പോഴും പറയുന്ന കാര്യം, ആരാധനയ്ക്ക് മേളിൽ എന്തിനെങ്കിലും വില കൊടുത്ത് നമ്മൾ പോയാൽ കാര്യം ശരിയാകത്തില്ല. കാര്യം ശരിയായാലും ശാശ്വതം ആയിരിക്കില്ല. തൽക്കാലത്തേക്ക് ടീക്ക് അന്ന് പോയാലും ചിലപ്പോൾ അങ്ങ് നടക്കും. ചിലപ്പോൾ കർത്താവിൻ്റെ കരുണ അവൻ ഇത്ര ആഴ്ച വന്നതല്ലേ, ഒരാഴ്ച അവൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ കർത്താവിൻ്റെ കരുണ ചിലപ്പോൾ ചെയ്യാം. അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ അതിനെ നമ്മളൊരു താരിഫായിട്ട് എടുക്കില്ല. എന്തോ അടുത്ത ആഴ്ചയും കൂടെ പോയേക്കാൻ കുഴപ്പമില്ല. അതല്ല, കർത്താവിൻ്റെ വചനം പറയുന്ന അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തുവാ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ കർത്താവ് എന്താ ആഗ്രഹിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം കാണിക്കണം. അപ്പം നമ്മളെ തകർക്കുവാൻ, ഇസ്രായേൽ മക്കളാകുന്ന നമ്മളെ തകർക്കുവാൻ ആര് ഐക്യമത്യപ്പെട്ട് കൂടി ആലോചിച്ചാലും വിജയം നമുക്ക് തന്നെ ആയിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ പഴയ നിയമം തൊട്ട് കാണുന്നതും പുതിയ നിയമത്തിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കർത്താവ് അതിനായിട്ട് നമ്മൾ ഇടയാക്കട്ടെ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇവിടെ നമ്മൾ വായിച്ച ഒരു വാക്യം 7-ാം വാക്യത്തിൽ ഗബാലും അമ്മോനും അമാലേക്കും ഫെലിസ്തേശും ഈ ദേശങ്ങളൊക്കെ എന്തുവാ
നമ്മളെ തകർക്കേണ്ടത്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ തകർക്കേണ്ടതിന് അവരൊന്നിച്ച് ഐക്യമത്യം വിട്ട് കൂടെ ആലോചിച്ചു. അപ്പം 17:1 വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് തന്നെ 17:1. അതല്ല 8 വായിച്ചു. 17:8. മതി. ഇതാ ഞാൻ പറഞ്ഞു. ഈ വാക്യം നമ്മൾ ഈ ഇതിലും കാണുന്നുണ്ട്. ഏതാ? ഇവരൊന്നിച്ച് കൂടിയവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടരായിരുന്നു അമാലേക്ക്. അപ്പം ഈ വാക്യം ഇതിനകത്ത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ സെയിം വാക്യത്തിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. രഫീദിൽ വെച്ച് അമാലേക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പം അതിൻ്റെ 12 വാക്യം കൂടെ കുഞ്ഞുമ്പ വായിച്ചു. മതി. ഇവിടെ വായിക്കുന്നത് എന്തുവാ? അമാലേക്ക് യുദ്ധം ചെയ്തു. അപ്പോൾ എന്തുവാ? മോശ കൈ ഉയർത്തി, നമുക്കറിയാം വാക്യങ്ങൾ. മോശ കൈ ഉയർത്തി നിൽക്കുമ്പം ഇസ്രായേൽ മക്കൾ ജയിക്കും. താത്തിടുമ്പം ദേവാസൻ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പേ കൈ ഉയർത്തി പിടിക്കുന്നതിനെ കുറിച്ചൊരു നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഉപവാസ പ്രാർത്ഥനയിലാണ് തോന്നുന്നു ദേവാസൻ അത് പറഞ്ഞു. കൈ ഉയർത്തി പിടിക്കുന്ന എപ്പോഴാണ്? നമ്മൾ സാധാരണ നമ്മൾ ഒരാളുടെ അടുത്ത് സറണ്ടർ ആകുമ്പോഴല്ലയോ? ഒരാൾ നമ്മളെ വെടിവെക്കാൻ വരാൻ നമ്മളെന്താ? കൈ പൊക്കി പിടിക്കുന്ന സാധാരണ എന്താ? നമ്മൾ നോക്കുമ്പോഴല്ലയോ ഞാൻ കീഴടങ്ങുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കും. കർത്താവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുമ്പോഴല്ല കർത്താവ് ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ കൈ ഉയർത്തി പിടിക്കുമ്പം ദൈവം ചെയ്യാൻ തന്നു. നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ കൈ ഉയർത്തി പിടിക്കുന്നത് കീഴടങ്ങുക. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്തുവാ? ഒരധികാരവും ഇല്ല. കാരണം കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ് പുള്ളി ഏത് വഴിയും സ്വീകരിക്കും. കാരണം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, മനുഷ്യരുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ. നമ്മുടെ വഴികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ വഴി. അപ്പം അതാണ് ഇവിടെ നമ്മൾ കൈവെക്കുമ്പോൾ തോക്കും എന്ന് നമ്മുടെ ചിന്തയുണ്ടെങ്കിലും, പക്ഷേ മോശ കൈവെക്കിയപ്പോൾ എന്തുവാ? ഇസ്രായേൽ മക്കൾ ജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ മോശ കൈവെക്കി പിടിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ കൈ എന്തുവാ? കഴിക്കാൻ തുടങ്ങി, അല്ലയോ? പുള്ളി കൈതാക്കുമ്പോൾ എന്താ? ഇസ്രായേൽ മക്കൾ തോക്കും. ഇത് പൊക്കി പിടിക്കണ്ടേ? അപ്പം കർത്താവ് രണ്ടുപേരെ അതിനുവേണ്ടി ഒരുക്കി, അഹരോനും ഹൂരും. അപ്പം എന്നോട് ദൈവദാസൻ, ഞാൻ 2-3 വർഷം മുമ്പ് നാട്ടിൽ പോയപ്പം നാട്ടിലൊരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പം വളരെ വ്യക്തമായിട്ടൊരു ദൈവദാസൻ എന്നോട് സംസാരിച്ച്, എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ് എന്തുവാ? നമ്മൾ അഹരോനും ഹൂരുമായിരിക്കണം. അഹരോനും ഹൂരും എന്ന് പറഞ്ഞാൽ മോശയുടെ കയ്യെ താങ്ങി പിടിക്കാൻ. അതായത് നമുക്ക് ഇസ്രായേൽ മക്കൾ ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പം നമ്മുടെ ദൈവദാസന് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തെ മോശമായിട്ട് കണ്ടാൽ താങ്ങി പിടിക്കാനാണ് ആരാ? മാർട്ടിൻ പാസ്റ്ററും സീൻ പാസ്റ്ററും ഒക്കെ ദൈവദാസന്മാരോട്ടുള്ളത്. പക്ഷേ അവർ മാത്രമല്ല അതിനായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും. അത് ശുശ്രൂഷയെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിലും. ഇപ്പം രജിസ്റ്റർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ സഹോദരിമാരെന്തുവാ? താങ്ങി പിടിക്കണം. അല്ലാതെ കൈപൊക്കി ഇങ്ങനെ കുറച്ചു നേരം നിൽക്കണമെന്നാണ് അതിനർത്ഥം. അല്ല, പുതിയ നിയമ ഇസ്രായേലിലെ മക്കൾക്ക് നമുക്കിപ്പോൾ യുദ്ധത്തിന് പോകാനും പറ്റത്തില്ല, കൈപൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കാനും പറ്റത്തില്ല. അപ്പം പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുവാ? നമ്മുടെ ദൈവദാസനൊരു കുറവ് വന്നാൽ എന്തുവാ? പുള്ളിയുടെ കൈ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ജയം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ സഹോദരന്മാർക്കൊരു ക്ഷീണം വന്നാൽ കൈ പിടിച്ച് ഉയർത്തി അവരെ നിർത്തേണ്ട സഹോദരന്മാരുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ പിടിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് ആണ്. അപ്പം നമ്മളൊക്കെ ആരായിരിക്കണം? അഹരോനും ഹൂരുമായിരിക്കണം. ഈ വചനം പഠിപ്പിക്കുന്നത്, അല്ലയോ? അല്ലാതെ കൈപൊക്കി പിടിച്ചോണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ അതായിരുന്നു വേണ്ടത്. അത് അഹരോനും ഹൂരും വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഇസ്രായേൽ മക്കൾ വിജയിച്ചു. പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ദേവദാസന്മാർ എല്ലാവരും അന്യോന്യം എന്താ? മറ്റുള്ളവരെ അവരുടെ കൈ അഴയ്ക്കുമ്പോൾ അവരെ താങ്ങണം. അവർക്ക് സാമ്പത്തികം ഇല്ലാത്തപ്പോൾ നമ്മുടെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അവർ രോഗത്തിലായിരിക്കുമ്പോൾ നമുക്ക് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പൈസ കാണത്തില്ല. പോയെന്ന് പ്രാർത്ഥിപ്പാനോ അവരെ ആശ്വസിപ്പിക്കാനായിരിക്കും നമ്മുടെ സാഹചര്യം. പോയി അത് ചെയ്യണം. നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഭ അതിന് വളരെ മുൻപത്തി നിൽക്കുന്നൊരു സഭയാണ്. അതിൽ ഞാൻ അഭിമാനവും കൊള്ളുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു സഹോദരിക്ക് ആർക്ക് പോയെങ്കിലും അന്യോന്യം പോവുകയും പ്രാർത്ഥിക്കുകയും വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സഭയായ നമ്മുടെ ചെറിയ കൂട്ടമാണെങ്കിലും കർത്താവ് അതിനായി സഹായിക്കുന്നതോർത്ത് സ്തോത്രം. അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ പോവുക,
സഹോദരിമാരെ ചിലപ്പം നമുക്ക് സഹോദരന്മാർക്ക് ചിലപ്പോൾ സഹോദരിമാരെ വിളിക്കാനോ പറയാനോ ഒരു സ്വാതന്ത്ര്യമോ നമുക്കല്ലെങ്കിൽ ഒരു ഇതുണ്ടാകത്തില്ല. സഹോദരിമാർക്കൊരു ക്ഷീണമുണ്ടായാൽ സഹോദരിമാർ ചെയ്യട്ടെ, നമുക്ക് സഹോദരന്മാർക്ക് അതിന് സാഹചര്യം ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാർക്കുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ സഹോദരന്മാർ അന്യോന്യം ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. എന്ത് പറഞ്ഞാലും സഭ ഒന്നിച്ച് 5-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ അവർ നമ്മളെ തകർപ്പാൻ ഐക്യമത്യപ്പെട്ട് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ ജയിക്കണമെന്ന് ഐക്യമത്യപ്പെട്ട് ആലോചിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. വരും ദിനങ്ങളിൽ ഐക്യമത്യത്തോടെ നമ്മൾ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മൾ അവസാന വാക്യം വായിച്ചതുപോലെ എന്ത് ഒക്കെ ചെയ്താലും നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ദൈവം മാത്രമാണ് അത്യുന്നതനായുള്ള ദൈവമെന്ന് വരും ദിനങ്ങളിൽ മനസ്സിലാക്കുവാൻ നമ്മയും ഈ ദേശത്തെയും കർത്താവ് സഹായിക്കട്ടെ. സമയത്ത് തന്ന ദൈവദാസനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇരുന്നോളൂ.